ഇത് ഇസ്രായേലിൻ്റെ ആർമി മെഡിക്കൽ സ്റ്റാഫിനെ 15 പേരെ കൊന്നിരുന്നു, വെടിവെച്ച് കൊന്നിരുന്നു പാലസ്തീനിൽ, ഗാസയിൽ വെച്ച്. അത് വലിയൊരു പ്രശ്നമായി. ഇസ്രായേൽ ആർമിക്കെതിരെ വലിയ പ്രതിഷേധമൊക്കെ ഉയർന്നു. അപ്പോൾ അവരൊരു അന്വേഷണം നടത്തി. ഇതൊരു പ്രൊഫഷണലായിട്ട് പറ്റിയൊരു തെറ്റാണ്. ഇതൊരു അന്വേഷണമൊക്കെ നടത്തി. ഏതെങ്കിലും ഇസ്രായേൽ ആർമിയിൽപ്പെട്ട ആളുകൾ എന്തെങ്കിലും വയലേഷൻസ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ 22 മാസത്തോളമായി, 21 മാസമായി, എന്തെങ്കിലും പോളിസിക്ക് വിരുദ്ധമായി എന്തെങ്കിലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്കെതിരെ അന്വേഷണവും വിസ്താരവും ശിക്ഷയും. ഇതാണ് ഏതൊരു ആർമിയും ചെയ്യുന്നത്. ഇസ്രായേൽ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബെറ്ററാണ്. ഞാൻ ഒറ്റ കാര്യം മാത്രം പറയാം. ഇസ്രായേലിലെ ഡിറ്റൻഷൻ സെന്ററുകളിലെ പീഡനങ്ങളെക്കുറിച്ചൊക്കെ റിപ്പോർട്ടുകളൊക്കെ UN മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ കഴിഞ്ഞ 22 മാസമായിട്ട് IDF ഗാസയിലുണ്ട്. ഒരൊറ്റ സ്ത്രീക്കെതിരെ അപമര്യാദയായി പെരുമാറിയ, റേപ്പ് പോട്ടെ, അല്ലെങ്കിൽ ഒരു സിവിലിനെതിരെ അപമര്യാദയായിട്ട് പെരുമാറിയ ഒരു സംഗതി ചൂണ്ടിക്കാണിക്കാനില്ല. പക്ഷേ ഹമാസ് വെൽ ഡോക്യുമെൻ്റ് ആണ്. ഹമാസ് നടത്തിയ റേപ്പും കൗണ്ടർ റേപ്പും എല്ലാം വെൽ ഡോക്യുമെൻ്റ്. ഇസ്രായേൽ ഈ 15 മെഡിക്കോസിനെ കൊന്നു, അല്ലെങ്കിൽ വെടിവെച്ച് കൊന്നു. അത് അവരുടെ പിഴവായിട്ട് അവർ അംഗീകരിക്കുന്നുണ്ട്. ആദ്യം അംഗീകരിച്ചില്ല, പിന്നെ അംഗീകരിച്ചു. അതിനെതിരെ വലിയ ആരോപണങ്ങൾ നടക്കും. ഞാൻ ചോദിക്കട്ടെ, ഇസ്രായേൽ സ്വന്തം ബന്ദികളെ വെടിവെച്ച് വന്നു. 4 ബന്ദികൾ കൈ ഉയർത്തി വന്നു, സംശയമായി, അപ്പോഴേ വെടിവെച്ചു വന്നു. നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ഒരു പക്ഷേ. ഈ യുദ്ധത്തിനിടയ്ക്കാണ്. കാരണം വിശ്വസിക്കാൻ കഴിയില്ല. ചിലർ പ്രസ് ഒന്നും പറഞ്ഞു നടക്കും. അവനൊന്ന് പ്രസ് ചെയ്യും, മൊത്തം പൊട്ടും. ആരെയും ഞാൻ പറയാം, സ്വന്തം ബന്ദികൾ വന്ന് കൊടിയുയർത്തി കാണിച്ചിട്ടും വിശ്വസിക്കാൻ IDF-ന് കഴിഞ്ഞില്ല. അമ്മാതിരിയുള്ള ചതികളും ആംബുഷുകളുമാണ് അവിടെ ഉള്ളത്. അപ്പോൾ അവര് സംശയം ഉണ്ടായി, അല്ലെങ്കിൽ അവരെ കൊല്ലപ്പെടാതിരിക്കാൻ കൊല്ലുക, കൊല്ലപ്പെടാതെ ചെയ്യേണ്ടി വരും. അത് തെറ്റാണ് എന്ന് അവർ പറയാറുമുണ്ട്. എങ്കിലും അവരെ ഇന്ന് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. സ്വന്തം ബന്ദികളെ കൊന്നിട്ടുണ്ട്, മെഡിക്കൽ സ്റ്റാഫിനെ കൊന്നിട്ടുണ്ട്. പിന്നെ പത്രലേഖകരുടെ കാര്യത്തിൽ ഒരു ഇതുമില്ല. കാരണം പിടിക്കപ്പെട്ട പല പത്രലേഖകരും ഹമാസിൻ്റെ ആൾക്കാരാണെന്ന് പിന്നെ തെളിച്ചു. അൽ ജസീറ, അൽ ഖ്വയ്ദ, ഇതെല്ലാം ഏതാണ്ട് ഒരേപോലെയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്.